Today we are going to learn different sounds of letter B. B എന്ന ലെറ്ററിൻ്റെ ഉച്ചാരണം 3 രീതിയിലുണ്ട്. ഒന്നാമത്തേത് ബ് എന്ന് നമ്മൾ സ്ട്രോങ് ആയി പറയുമ്പോൾ കിട്ടുന്ന സൗണ്ടാണ് ബ്. ബ്. ഈ വാക്ക് നോക്കൂ, ബി. ബി. ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ കൈ ഒന്ന് ത്രോട്ടിൽ ടച്ച് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ ഒരു ഫീലോട് കൂടി നമുക്ക് കിട്ടുന്ന സൗണ്ടാണ് ഒന്നാമത്തേത്. ഈ വാക്കുകൾ ത്രോട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു നോക്കൂ. ബി. ബി. ബട്ട്. ബട്ട്. രണ്ടാമത്തേത് നമ്മുടെ 2 ചുണ്ടും നന്നായി ചേർത്ത് പിടിച്ച് പ്രഷർ ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ പ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന സൗണ്ടാണ്. ഈ വാക്കുകൾ പറഞ്ഞു നോക്കൂ. പബ്ലിക്. പബ്ലിക്. പ്രോബ്ലം. പ്രോബ്ലം. മൂന്നാമത്തേത് ബ എന്ന സൗണ്ടാണ്. നമ്മൾ ഇത് പറയുന്നത് ലെറ്റർ ബി കഴിഞ്ഞ് യു, എച്ച് എന്ന ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ കിട്ടുന്ന സൗണ്ടാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ. ബ. ബ. ഇത് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്നും എയർ പുറത്തേക്ക് വരും. നമ്മുടെ കൈ മൗത്തിനോട് ചേർത്ത് പിടിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഒന്ന് പറഞ്ഞു നോക്കൂ. ബ. ബ. ഈ വാക്കുകൾ നോക്കൂ. റിബൺ. റിബൺ. ബബിൾ. ബബിൾ. ഇങ്ങനെ 3 രീതിയിൽ സൗണ്ട് വരുന്ന ലെറ്റർ ബി വാക്കുകളിൽ ആദ്യത്തെ ലെറ്റർ ആയും മധ്യഭാഗത്തായും അവസാന ലെറ്റർ ആയും വരാറുണ്ട്. ആ വാക്കുകൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒരു വാക്കിൻ്റെ ആദ്യ അക്ഷരമായി ലെറ്റർ ബി വരുന്ന വാക്കുകൾ നോക്കാം. ബോഡി. ബോഡി. big. Big. Bag. Bag. Bud. Bud. ഈ വാക്കുകളിലൊക്കെ ലെറ്റർ ബി ഹാർഡായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അടുത്തത് മധ്യഭാഗത്തായി ലെറ്റർ ബി വരുന്ന വാക്കുകളാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ. പ്രോബബ്ലി. പ്രോബബ്ലി. മേബി. മേബി. നമ്പർ. നമ്പർ. സെലിബ്രേറ്റ്. സെലിബ്രേറ്റ്. ഈ വാക്കുകളിൽ ലെറ്റർ ബി വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അടുത്തത് അവസാന ഭാഗത്തായി ലെറ്റർ ബി വരുന്ന വാക്കുകൾ നോക്കാം. അബ്സർബ്. അബ്സർബ്. സൂപ്പർബ്. സൂപ്പർബ്. ഡിസ്ക്രൈബ്. ഡിസ്ക്രൈബ്. സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ്. ഈ വാക്കുകളിൽ ലെറ്റർ ബി വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഡിസ്ക്രൈബ്, സബ്സ്ക്രൈബ് തുടങ്ങിയ വാക്കുകളിൽ ലെറ്റർ ബിക്ക് പ് എന്ന സോഫ്റ്റായ സൗണ്ടാണ് വരുന്നത്. ഒന്ന് പറഞ്ഞു നോക്കൂ. സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ്.
അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഹാവ് എ നൈസ് ഡേ.